पद्मासनस्तां विकसितवदनां पद्मपत्रायताक्षीं हेमाभां पीतवस्त्रां करकलितलसद्देम पद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसम्पत्प्रदात्रीं ॐ ऐं ह्रीं श्रीं श्रीमात्रे नमः. വിദ്യയുടെ ദേവനും വിഷ്ണുവിന്റെ അവതാരവുമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്ന രൂപത്തിലാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡ ഭാഗത്ത് ലളിതാ സഹസ്രനാമ സ്തോത്രം അടങ്ങിയിരിക്കുന്നത്. കലികാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ആലോചിച്ച അഗസ്ത്യൻ കാഞ്ചീപുരത്തിൽ ഉപവാസമനുഷ്ഠിച്ച് ശിവനെയും കാമാക്ഷിയെയും പ്രാർത്ഥിച്ചു പോന്നു. ഒരിക്കൽ അദ്ദേഹത്തിനു മുൻപിൽ ഹയഗ്രീവൻ പ്രത്യക്ഷനായി. കുതിരയുടെ തലയുള്ളവൻ എന്നാണ് ഹയഗ്രീവൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. വലതുഭാഗത്ത് ലക്ഷ്മിയും ഇടതുഭാഗത്ത് സരസ്വതിയും ചാമരം വീശി സേവിക്കുന്ന പരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരിയെ ഒരിക്കൽ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി മുതലായ അഷ്ടവാഗ്ദേവതമാർ പാടി സ്തുതിച്ചതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. ഈ സ്തോത്രത്തെ അചഞ്ചലമായ ഭക്തിവിശ്വാസത്തോടെ ജപിച്ചാൽ മനുഷ്യനെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന് ഹയഗ്രീവൻ അരുളി ചെയ്തു. മാത്രമല്ല 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം, 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമം. 1000 നാമങ്ങളടങ്ങിയിരിക്കുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം വിഷ്ണു സഹസ്രനാമത്തെക്കാളും ശിവസഹസ്രനാമത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്നും ഹയഗ്രീവൻ അരുളി ചെയ്തു. ശിവന്റെ നെറ്റിക്കണ്ണിലെ അഗ്നിജ്വാലയിൽ എരിഞ്ഞു തീർന്ന കാമദേവന്റെ ചാരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഭണ്ഡൻ എന്ന അസുരൻ ദേവന്മാരെയും ഋഷി സമൂഹത്തെയും നിരന്തരം ഉപദ്രവിച്ചു വന്നിരുന്നു. ദുഃഖിതരും ഭയചകിതരുമായ ദേവന്മാർ ത്രിമൂർത്തികളോടൊത്ത് പരാശക്തി പ്രത്യക്ഷമാകുവാൻ ഒരു യാഗം നടത്തി. യാഗകുണ്ഡത്തിലെ അഗ്നിയിൽ നിന്നും ഉദയസൂര്യനെ വെല്ലുന്ന കാന്തിയോടെ ലളിതാംബികയുടെ രൂപത്തിൽ പരാശക്തി പ്രത്യക്ഷപ്പെട്ടു. ശിവൻ കാമേശ്വര രൂപം ധരിച്ച് ലളിതാംബികയെ വിവാഹം ചെയ്തു. പിന്നീട് ആനത്തോട്ടി, കയർ, പൂവമ്പ്, കരിമ്പുവില്ല് എന്നിവ കൈകളിലേന്തി ശ്രീചക്രരാജ്യം എന്ന രഥത്തിലേറി സമ്പൽക്കരി, അശ്വാരൂഢ, ദണ്ഡനാഥ, മന്ത്രിണി എന്നീ ഭഗവതിമാരോടൊത്ത് വൻപിച്ച സൈന്യത്തോടുകൂടി പരാശക്തി യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിൽ കാമേശ്വരാസ്ത്രം ഉപയോഗിച്ച് ലളിതാംബിക ഭണ്ഡാസുരനെ നിഗ്രഹിച്ചു. തുടർന്ന് കാമദേവനെ പുനർജീവിപ്പിച്ചു. ഈ കഥയാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ഉള്ളടക്കം. നവമി, പൗർണമി, വെള്ളിയാഴ്ച എന്നീ ദിനങ്ങൾ ഈ സ്തോത്രത്തിന് വിശേഷപ്പെട്ടവയാകുന്നു. ലളിതാ സഹസ്രനാമത്തിൽ 1000 കണ്ണുകളുള്ളവൾ എന്നർത്ഥം വരുന്ന സഹസ്രാക്ഷി എന്ന നാമം മാരിയമ്മയെ സൂചിപ്പിക്കുന്നു. ഇനി ഈ മഹാസ്തോത്രം ജപിച്ചാലുള്ള ഫലങ്ങളെ നമുക്ക് അറിയാം. സകല പാപനാശം, സർവരോഗശമനം, ദീർഘായുസ്, സമ്പത്ത് വർധന, സൽസന്താനപ്രാപ്തി, വിവാഹലബ്ധി, അകാല മരണം തടയുക, ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നിവയും, കോടി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്യുക, മരുഭൂമിയിൽ കോടി കിണറുകൾ കുഴിക്കുക, ഗംഗ പോലെയുള്ള പുണ്യനദികളിൽ കുളിക്കുക, ഗംഗാതീരത്ത് കോടി തവണ
അശ്വമേധയാഗം നടത്തുക എന്നിവയുടെ ഫലങ്ങളും ലഭിക്കും. മാത്രമല്ല, ഈ സ്തോത്ര ജപം ചെയ്യുന്ന ഭക്തന്റെ ശത്രുക്കളെ ശരഭേശ്വരനും ആഭിചാരം ചെയ്യുന്നവരെ പ്രത്യങ്കിരാദേവിയും നശിപ്പിക്കുന്നു. ഈ ഭക്തരെ ക്രൂരതയോടെ നോക്കുന്നവരെ മാർത്താണ്ഡ ഭൈരവൻ അന്ധനാക്കുകയും ഈ ഭക്തരുടെ സമ്പത്തുകൾ മോഷ്ടിക്കുന്നവരെ ക്ഷേത്രപാലൻ ശിക്ഷിക്കുകയും ആക്രമിക്കുന്ന രാജാക്കന്മാരെ വരാഹി ദേവി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്തോത്രം 6 മാസം നിത്യം ചൊല്ലിയാൽ മഹാലക്ഷ്മി അവരുടെ ഗൃഹത്തിൽ അധിവസിക്കുകയും 1 മാസം നിത്യം ചൊല്ലിയാൽ സരസ്വതി നാവിൻ തുമ്പിൽ വിളയാടും. എന്തിനധികം പറയുന്നു, തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന കാമധേനുവിന് തുല്യമാണ് അതിവിശിഷ്ടമായ ഈ സ്തോത്രം. അതിനാൽ എല്ലാവരും ശ്രീ പരാശക്തിയെ ഈ സ്തോത്രത്താൽ സേവിച്ച് സായൂജ്യം നേടുക. ഓം ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബികയേ നമഃ.